ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഒരുക്കം തുടങ്ങി. കർക്കിടക സദ്യക്കുള്ള പന്തലിന് കാൽനാട്ടി. ഈ മാസം 17 മുതൽ ഓഗസ്റ്റ് 16 വരെയാണ് രാമായണ മാസാചരണം. ഈ വർഷത്തെ കർക്കിടക മാസ ആചരണങ്ങൾ വളരെ നല്ല രൂപത്തിൽ നടത്തുവാൻ വേണ്ടിയിട്ടാണ് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ പന്തൽ കാൽനാട്ട് കർമ്മം കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ അന്നദാനം കഴിക്കുവാൻ വേണ്ടി നിൽക്കുന്ന ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രൂപത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ആലോചിച്ചുകൊണ്ടാണ് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഒരുക്കം തുടങ്ങി. കർക്കിടക സദ്യക്കുള്ള പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു. ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെയാണ് രാമായണ മാസാചരണം. രാമായണ പാരായണം, കർക്കിടക സദ്യ, പ്രഭാഷണങ്ങൾ, കലാപരിപാടികൾ, രാമായണ പ്രഭാഷണ മത്സരം, രാമായണ പ്രശ്നോത്തരി തുടങ്ങി വിപുലമായ പരിപാടികളാണ് രാമായണ മാസത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. കർക്കിടക സദ്യയുടെ പന്തലിന്റെ കാൽനാട്ട് കർമ്മം ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി BS വിനോദ് നിർവഹിച്ചു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും മഴ നനയാതെ വെയിൽ കൊള്ളാതെ കുറെയൊക്കെ നിൽക്കാനുള്ള പന്തലുകളും ഒക്കെ നമ്മൾ സൗകര്യപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രഭാഷണം, ആധ്യാത്മിക പ്രഭാഷകരെയും അതോടൊപ്പം തന്നെ കുറച്ച് ചെറുപ്പക്കാരെ കൂടി നമ്മൾ ഈ പ്രഭാഷണത്തിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ പ്രഭാഷണത്തിലും രാമായണവുമായി ബന്ധപ്പെട്ട മറ്റ് ക്വിസ് മത്സരങ്ങളിലുമൊക്കെ ഇതിന്റെ ചടങ്ങിന്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ ക്ഷേത്രകലയുമായി ബന്ധപ്പെട്ട ക്ഷേത്രകലകൾ അവതരിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. 10,000-കണക്കിന് ആളുകളാണ് ഈ കർക്കിടക സദ്യ കഴിക്കാനായി വരുന്നത്. എല്ലാവരും തമാശയ്ക്കാണ് പറയുന്നതെങ്കിൽ പോലും ഒരു യാഥാർത്ഥ്യമുണ്ട്. KSRTC ഈ വനിതകൾക്ക് സൗജന്യമാക്കിയതോടുകൂടി ക്ഷേത്രത്തിലേക്കുള്ള പൊതുവെയുള്ള ഒരു വരവ് കൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കർക്കിടക സദ്യയ്ക്കും ഒരു വലിയ സൗകര്യമായിരിക്കും, ഈ KSRTC വലിയ സൗകര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ദൂര സ്ഥലത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇത്തവണ കർക്കിടക സദ്യയ്ക്ക് കഴിഞ്ഞ കാലങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ വരും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് ക്ഷേത്ര ഭരണസമിതി അതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. പ്രസിഡന്റ് രാജീവ് കടകംപള്ളി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് RD പത്മകുമാർ സ്വാഗതം പറഞ്ഞു. സാഗർ മക്കാടം, NDV, PK വിക്രമൻ, K പത്മകുമാർ, CR കുസുമൻ, B ശിവപ്രസാദ, C നന്ദകുമാർ, K പ്രതാപൻ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കൂടുതൽ സൗകര്യങ്ങളോടുകൂടി ഭക്തജനങ്ങൾ വന്നാൽ നമുക്കറിയാം ആ ഒരു നീണ്ട ക്യൂ ആണ്. നമ്മുടെ പല സമയങ്ങളിലും നമ്മുടെ കിഴക്കേ ഗേറ്റിന്റെ അവിടം വരെ ഈ ക്യൂ പോകാറുണ്ട്. അതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് അവർക്ക് എവിടെയെങ്കിലും ആ ക്യൂ നിൽക്കാതെ തന്നെ ക്യൂവിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ അത് അറേഞ്ച് ചെയ്ത് ഇത് കൊടുക്കുന്നത് ഭഗവാന്റെ നേർച്ചയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ വഴിപാടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടിക്കാതെ അവരെ ഭക്തജനങ്ങളെ യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.